മണിപ്പൂരിന്റെ മണ്ണിൽ നിന്നും മലയാളത്തിന്റെ മണ്ണിലേക്ക് ജീവിക്കാനായി എത്തിയ കുരുന്നുകൾക്ക് ആവേശകരമായ എതിരേൽപ്പ്. ശാന്തിയും സമാധാനവുമില്ലാത്ത മണ്ണിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എത്തിയ ഇവർക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്വന്തം നാട് വിട്ട് വിദ്യ നേടാനും അറിവ് നേടാനും അല്ലലുകൾ മറക്കാൻ മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി കൂട്ടം തിരുവല്ലയിലെ വിദ്യാലയങ്ങളിൽ എത്തിയത് മലയാളികൾക്കേറെ അത്ഭുതവും ആവേശവുമായി. ഇരുവള്ളിപ്ര സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 47 കുട്ടികളാണ് എത്തിയിരിക്കുന്നത്. 6 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലായി എത്തിയ വിദ്യാർത്ഥികളെ AEO VK മിനുകുമാരി വിദ്യാഭ്യാസ വകുപ്പിനായി സ്വീകരിച്ചു. തിരുമൂലവിലാസം UP സ്കൂളിൽ 6-7 ക്ലാസുകളിലായി 8 കുട്ടികൾ പഠിക്കാനായി എത്തിയിട്ടുണ്ട്. ഇവർക്ക് സ്വാഗതമരളി നടന്ന യോഗം മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുർലോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും കടന്നു വരുന്നത് ബൗദ്ധികമായ ഒരു എക്സലൻസിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പഠിച്ച് നമുക്കുള്ള ആ വിഷയങ്ങളിലെല്ലാം തന്നെ പ്രാവീണ്യം സമ്പാദിച്ച് ഉന്നതമായ നിലകളിലേക്ക് വീണ്ടും വീണ്ടും ഉയരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ഈ സ്കൂളിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന ബൗദ്ധികമായ കാര്യങ്ങൾ ഒഴിച്ചു വെച്ചുകൊണ്ടല്ല, ഒന്നാമതായിട്ട് വരുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. പഠിക്കുവാനായിട്ടുള്ള പാഠങ്ങൾ നമ്മൾ അന്നന്ന് തന്നെ പഠിച്ച് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ യശസ്, നിങ്ങളുടെ ഭാവി ജീവിതം നിങ്ങളെ ഏറ്റവും നല്ലതാക്കി തീർക്കണം. Well begun is half done. അതായത് നമ്മൾ നന്നായിട്ട് ദൈവപരിപാലനയെ തുടങ്ങി, അതുകൊണ്ട് അത് ഏറ്റവും അനുഗ്രഹകരമായി അത് പര്യവസാനിക്ക് സംശയമൊന്നുമില്ല. തിരുവല്ല DYSP S അർഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികളുടെ ഇടയിൽ ഇത്തരത്തിലുണ്ടാകുന്ന ആഘോഷങ്ങൾ നമുക്കറിയാം. ഇപ്പം ആഘോഷങ്ങളുടെ കാലഘട്ടം, എല്ലായിടത്തും ആഘോഷം. കുട്ടികൾ കൂടിയിരുന്ന് ആഘോഷിക്കുന്നു. ആഘോഷത്തിന്റെ അകമ്പടിയായി മദ്യവും മയക്കുമരുന്നും മറ്റു കാര്യങ്ങളും കടന്നു വരുന്നു. ഈ ആഘോഷങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ സ്വയം റിഫൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മളെ മുന്നോട്ട് നയിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ അച്ഛമ്മമാരുണ്ട്. സ്കൂളുകളിൽ കൊണ്ടുപോകുന്നു, സ്കൂളിൽ നിന്ന് ബസ്സിൽ പോകുന്നു, സ്കൂളുകളിൽ ബസ്സിൽ പോകുന്നു. അവിടുന്ന് അധ്യാപക ശിക്ഷണം, അധ്യാപകർ നമ്മളെ ഗൈഡ് ചെയ്യുന്നു. ഈ നിരന്തരമായ ഗൈഡൻസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സ്വഭാവ രീതികൾ പക്ഷേ എവിടെ വെച്ചോ നമ്മുടെ മൂല്യങ്ങൾ നമുക്ക് എവിടെ വെച്ചോ നഷ്ടപ്പെടും. അത് അങ്ങനെ ഒരു നഷ്ടപ്പെടലിലോട്ട് പോകും നമ്മുടെ സമൂഹം, കേരള സമൂഹം അല്ലെ ഭാരത സമൂഹം. നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഉലങ്കഷമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. സ്കൂൾ പ്രഥമ അധ്യാപകൻ ഷാജി മാത്യു വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എതിരേറ്റു. കുട്ടികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് സത്യം മിനിസ്ട്രിയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ നിക്കോൾസൺ സ്കൂളിൽ മണിപ്പൂരിൽ നിന്ന് 30 കുട്ടികൾ പഠിക്കാൻ എത്തിയിരുന്നു. മണിപ്പൂരിലെ സംഘർഷ മേഖലയിലെ കുട്ടികളാണ് ഇവർ മുഴുവൻ. അവിടെ അക്രമം പതിവായപ്പോൾ സത്യം മിനിസ്ട്രി പോലെയുള്ള സംഘടനകൾ വഴി നിരവധി കുട്ടികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിനായി എത്തിയിട്ടുണ്ട്. ഇവരിൽ പലർക്കും മാതാപിതാക്കളെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടവരും നാട്ടിലെ അക്രമത്തെ ഭയന്ന് എത്തിയവരുമാണ്. സ്കൂളിൽ നടന്ന യോഗത്തിൽ AEO VK മിനുകുമാരി, സത്യം മിനിസ്ട്രീസ് ചെയർമാൻ ഡോക്ടർ C വടവന, സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ വർഗീസ് ചാമക്കാലയിൽ, സ്കൂൾ പ്രിൻസിപ്പൽ ജയ മാത്യൂസ്, തിരുവല്ല BPO റോയി മാത്യൂസ്, PTA പ്രസിഡന്റ് PB ഹരിലാൽ, വാർഡ് കൗൺസിലർ ലജു M സക്രിയ, ഫാദർ ഫിലിപ്പ് തായില്യം എന്നിവർ പ്രസംഗിച്ചു.